ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിലെ സെയിൽ ഓഫ് ഗുഡ്സ് ആറ്റ് 90-30 എന്നുള്ള മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് അൺപെയ്ഡ് സെല്ലർ ആരാണ്, ദെൻ അൺപെയ്ഡ് സെല്ലറിൻ്റെ റൈറ്റ്സ്, ദെൻ ഓപ്ഷൻ സെയിൽ എന്താണ്, ഓപ്ഷൻ സെയിലുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ദെൻ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ കേസിൽ ചില റെമഡീസും, അതായത് ബയറിനും സെല്ലറിനും ഉണ്ടാകുന്ന റെമഡീസ് വിത്ത് റെസ്പെക്ട് ടു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം അൺപെയ്ഡ് സെല്ലർ ആരാണ് എന്ന് നോക്കാം. According to section 45 subsection 1 of the Sale of Goods Act, the unpaid seller means a seller who has not been paid or tendered the whole of the price of goods sold, or who has received a bill of exchange or any other negotiable instrument like checks as conditional payment, the condition being that the instrument shall be duly honored. അതായത് അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലറാണ്. എങ്ങനെയുള്ള സെല്ലറാണ്? അയാൾ വിറ്റ ഗുഡ്സിൻ്റെ എമൗണ്ട് അയാൾക്ക് മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തരാമെന്നുള്ള ടെൻഡേർഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വിറ്റ ഗുഡ്സിന് കൺസിഡറേഷനായിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ചെക്ക് പോലെയുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് റിസീവ് ചെയ്തു, പക്ഷെ ആ റിസീവ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ് ഡിസോണറായി. ഇത്തരം കേസിലുള്ള സെല്ലേഴ്സിനെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ സെല്ലർ വിറ്റ സാധനത്തിലുള്ള എമൗണ്ട് അയാൾക്ക് കിട്ടിയിട്ടില്ല. ദെൻ ഇങ്ങനെ അൺപെയ്ഡ് സെല്ലറിന് ഈ വിറ്റ ഗുഡ്സുമായി ബന്ധപ്പെട്ട്, അതായത് സെയിലുമായി ബന്ധപ്പെട്ട് ചില റൈറ്റ്സുകളുണ്ട്. ആ റൈറ്റ്സിൽ ഫസ്റ്റ് വൺ പറയുന്ന റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ദ ഗുഡ്സ്, അതായത് ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ട് അൺപെയ്ഡ് സെല്ലർ ഉണ്ടാവുന്ന റൈറ്റ്സ്, അതുപോലെ ബയറിനോടുമുള്ള പേഴ്സണലി ഉള്ള ചില റൈറ്റ്സും ഉണ്ട്. സോ റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ദ ഗുഡ്സിൽ ഫസ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ഓഫ് ലീൻ. റൈറ്റ് ഓഫ് ലീൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? നമ്മൾ വിറ്റ ഗുഡ്സിൻ്റെ പൊസഷൻ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റാണ് റൈറ്റ് ഓഫ് ലീന്. സോ സെല്ലർക്ക് അയാൾ വിറ്റ ഗുഡ്സിൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വിറ്റ ഗുഡ്സിൻ്റെ പൊസഷൻ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് സെല്ലറിനുണ്ടായിരിക്കും. അതാണ് റൈറ്റ് ഓഫ് ലീൻ. ഇവിടെ റൈറ്റ് ഓഫ് ലീൻ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ആ ഗുഡ്സ് വിറ്റത് ക്രെഡിറ്റിനാകരുത്. ക്രെഡിറ്റിന് വിറ്റ് ഗുഡ്സും കിട്ടിയിട്ടില്ല, എമൗണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. സോ ഒന്ന്, ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുള്ളത് ക്രെഡിറ്റിനാവരുത്. ദെൻ ക്രെഡിറ്റിന് വിറ്റ ഗുഡ്സ് തന്നെയാണ് കരുതുക, പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് പീരിയഡ് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിലും ഈ അൺപെയ്ഡ് സെല്ലറിന് റൈറ്റ് ഓഫ് ലീൻ എൻജോയ് ചെയ്യാം. ദെൻ ബയർ ഇൻസോൾവൻ്റ് ആയിട്ടുണ്ടെങ്കിലും സെല്ലറിന്, അൺപെയ്ഡ് സെല്ലറിന് ഈ ലീൻ എന്നുള്ള റൈറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. സോ റൈറ്റ് ഓഫ് ലീൻ എൻജോയ് ചെയ്യുന്ന 3 കേസിലേ പറ്റുന്നുള്ളൂ. ഒന്ന്, ഗുഡ്സ് വിറ്റത് ക്രെഡിറ്റിനാവരുത്. സെക്കൻഡ് വൺ, ഗുഡ്സ് വിറ്റത് ക്രെഡിറ്റിനാണ്, പക്ഷേ ക്രെഡിറ്റ് പീരിയഡ് എക്സ്പയർ ആയിട്ടുണ്ട്. ദെൻ തേർഡ് വൺ, ബയർ ഇൻസോൾവൻ്റ് ആയിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ അൺപെയ്ഡ് സെല്ലറിന് ആ റൈറ്റ് ഓഫ് ലീൻ എൻജോയ് ചെയ്യാവുന്നതാണ്. ദെൻ സെക്കൻഡ് റൈറ്റ് പറയുന്നത് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതായത് ഗുഡ്സ് സെല്ലർ വിറ്റിട്ടുണ്ട്, പക്ഷെ അത് ബയറിൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല, ഓൺ ദ വേ ആണ് എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് സ്റ്റോപ്പ് ചെയ്യാൻ, അതിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ് സെല്ലർക്ക് ഉണ്ടായിരിക്കും. സോ അവിടെ ആ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ചില കേസുകളിൽ ബയർ ഇൻസോൾവൻ്റ് ആയാലും ആയി എന്ന് അറിയുന്നത് ഗുഡ്സ് ഡെലിവറി ചെയ്തതിന് ശേഷമാണ് കരുതുക. അപ്പോഴും ഓൺ ദ വേയിൽ നമുക്ക് ആ സെല്ലറിന് ഗുഡ്സിൻ്റെ ട്രാൻസിറ്റ്, മീൻസ് ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. സോ ഓൺ ദ വേ ആയുള്ള ഗുഡ്സിൻ്റെ കേസിൽ ബയർ എന്തെങ്കിലും എമൗണ്ട് തരാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൺപെയ്ഡ് ആണ്, അവർ പിന്നീട് ഇൻസോൾവൻ്റ് ആവുകയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ സെല്ലർക്ക് ആ ഗുഡ്സ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ദെൻ തേർഡ് റൈറ്റ് പറയുന്നത് റൈറ്റ് ഓഫ് റീസെയിൽ. അൺപെയ്ഡ് സെല്ലറിന് ചില കേസുകളിൽ ആ ഗുഡ്സ് റീസെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇഫ് ദ ഗുഡ്സ് ആർ ഓഫ് പെരിഷബിൾ നാച്ചുറൽ ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബയറിൻ്റെ ആ ഒരു പേയ്മെൻറ്റ് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. സോ അത്തരം കേസിലും ആ ഗുഡ്സ് വിൽക്കുന്നതായിരിക്കും നല്ലത്. അത്തരം കേസിൽ സെല്ലർക്ക് അത് വിൽക്കാം. ദെൻ അൺപെയ്ഡ് സെല്ലറിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്, ദാറ്റ് മീൻസ് അൺപെയ്ഡ് സെല്ലർ ഈ പ്രോഡക്ട്സുകൾ വിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള
നോട്ടീസ് ബയർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ സെല്ലർക്ക് അത് വിൽക്കാം. ദെൻ വേർ ദ സെല്ലർ എക്സ്പ്രസ്ലി റിസർവ് എ റൈറ്റ് ഓഫ് റീസെയിൽ ഇൻ കേസ് ദ ബയർ മേക്സ് ഡീഫോൾട്ട്. ബയർ ഡീഫോൾട്ട് വരുത്തിയാൽ സെല്ലർക്ക് അത് വിൽക്കാമെന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്തെ അവർ ചിലപ്പോൾ അഗ്രി ചെയ്തിട്ടുണ്ടാവും. അത്തരം കേസുകളിലും സെല്ലർക്ക് ആ ഗുഡ്സ് വിൽക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. സോ ഇത്രയാണ് ആസ് എ ഗുഡ്സ് എഗെയിൻസ്റ്റ് അൺപെയ്ഡ് സെല്ലറിനാവുന്ന റൈറ്റ്സ്. റൈറ്റ് ഓഫ് ലീൻ, ദാറ്റ് മീൻസ് അതിനെ പൊസഷൻ റീറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് ദ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ദെൻ റൈറ്റ് ടു റീസെയിൽ. ദെൻ റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ദ ബയർ പേഴ്സണലി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 എഗെയിൻസ്റ്റ് ദ ഗുഡ്സ് ആണ്. പക്ഷേ ബയറുമായി പേഴ്സണലി ചില റൈറ്റ്സ് അൺപെയ്ഡ് സെല്ലറിന് കിട്ടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സ്യൂട്ട് ഫോർ പ്രൈസ്. അതായത് സെല്ലർ ഗുഡ്സ് വിറ്റു, ബയർ അത് റിസീവ് ചെയ്തു, പക്ഷേ ബയർ അതിൻ്റെ പേയ്മെൻറ്റ്സ് കൊടുക്കാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രൈസ് റിക്കവർ ചെയ്യാനുള്ള സ്യൂട്ട് സെല്ലറിന് കൊടുക്കാം. ദെൻ സ്യൂട്ട് ഫോർ ഡാമേജസ്. അതായത് ഇവിടെ ഗുഡ്സ് തന്നെ റിസീവ് ചെയ്യാൻ, ആക്സെപ്റ്റ് ചെയ്യാൻ ബയർ റെഡി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ സെല്ലർക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ദെൻ സ്യൂട്ട് ഫോർ റിപ്യൂഡിയേഷൻസ്. ചില കേസുകൾ ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ തന്നെ, ആ ടൈം വരുന്നതിന് മുന്നേ തന്നെ കോൺട്രാക്റ്റൊക്കെ ഫോം ചെയ്തതിന് ശേഷം ബയർ പറയുകയാണ് എനിക്കത് വേണ്ട, ആ ഗുഡ്സ് വേണ്ട എന്ന് മുൻകൂട്ടി പറയാം. ദാറ്റ് മീൻസ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് നമ്മൾ പറയും. അത്തരം കേസുകളിൽ ഈ അൺപെയ്ഡ് സെല്ലറിന് ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. ചില കേസുകളിൽ ഈ ഗുഡ്സ് മായി ബന്ധപ്പെട്ട് കിട്ടാനുള്ള എമൗണ്ടിന് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ബൈ ലോ കിട്ടുന്നുണ്ട്. അത്തരം കേസുകളിൽ അൺപെയ്ഡ് സെല്ലറിന് ആ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള സ്യൂയും കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അൺപെയ്ഡ് സെല്ലറിൻ്റെ റൈറ്റ്സ് ആസ് അഗെയിൻസ്റ്റ് ഗുഡ്സും ഉണ്ട്, ആസ് അഗെയിൻസ്റ്റ് ബയർ പേഴ്സണലി ഉണ്ട്. നോർമലി ഒരു സെല്ലറിന് ഉണ്ടാകുന്ന റൈറ്റ്സ് തന്നെയാണ്. അത് അൺപെയ്ഡ് സെല്ലർ ആകുമ്പോൾ ഒന്ന് സ്പെസിഫൈ ചെയ്തു പറഞ്ഞു എന്നുള്ളൂ. Then next topic, auction sale. An auction sale is a public sale where the goods are offered to be taken by the highest bidder from among the public. നമുക്കറിയാം ഓപ്ഷൻ സെയിൽ എന്ന് പറഞ്ഞാൽ ലേലത്തിനുള്ള വിൽപ്പനയാണ്. സോ അവിടെ എന്താണ് നടക്കുന്നത്? ഒരു പബ്ലിക് സെയിലാണ്. അവിടെ വന്നിട്ടുള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു റേറ്റ് പറയാം. അതിൽ ഹയസ്റ്റ് ബിഡ് എമൗണ്ടിന് സെല്ലർ ആ ഗുഡ്സ് ആ ഹയസ്റ്റ് ബിഡ് നടത്തിയ ആൾക്ക് വിൽക്കുകയും ചെയ്യും. അതാണ് ഓപ്ഷൻ സെയിൽ. The person who sells goods through auction is known as auctioneer. ഇങ്ങനെ ഓപ്ഷൻ സെയിൽ വഴിയാണ് സെയിൽ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ സെല്ലറെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്ഷനിയർ. The relationship between the owner of goods and the auctioneer is that of the principal and agent. ഇനി ഗുഡ്സിൻ്റെ ഓണർ അല്ല ലേലം വഴി വിൽപ്പന നടത്തുക, അയാൾക്ക് വേണ്ടിയിട്ട് അത് നടത്തുന്നത് ഓപ്ഷനിയറാണ്. സോ ഈ ഓപ്ഷനിയറും ഗുഡ്സിൻ്റെ ഓണറും തമ്മിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ദെൻ റൂൾസ് ഓഫ് ഓപ്ഷൻ സെയിൽ, അതായത് ഓപ്ഷൻ സെയിലുമായി ബന്ധപ്പെട്ട ചില നോർമൽ റൂൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വേർ ആൻ ഓപ്ഷൻ സെയിൽ ഈസ് മെയ്ഡ് ഇൻ ലോട്ട്സ്, ഈച്ച് ലോട്ട് ഈസ് പ്രൈമ ഫേസി ഡീംഡ് ടു ബി ദ സബ്ജക്റ്റ് ഓഫ് സെപ്പറേറ്റ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഓപ്ഷൻ സെയിൽ സെപ്പറേറ്റ് ലോട്ടുകളായിട്ടാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഓരോ ലോട്ടും ഓരോ കോൺട്രാക്ട് ഓഫ് സെയിലായിട്ടാണ് കൺസിഡർ ചെയ്യുക. Then a sale by auction is complete when auctioneer announces its completion and consequently property in goods passes to the buyer. ഒരു ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണ്? ഓപ്ഷനിയർ അത് കംപ്ലീറ്റ് ആയി എന്ന് അനൗൺസ് ചെയ്യുമ്പോഴാണ്. അനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ ഒരു ഹാമർ ഇട്ടിട്ട് അനൗൺസ്മെൻറ്റ് നടത്തും. അതല്ലെങ്കിൽ ചില കേസുകൾ നമ്മൾ പലപ്പോഴും ഫിലിംസിലൊക്കെ കാണാറുണ്ട്, ഒരു വട്ടം 2 വട്ടം 3 വട്ടം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കസ്റ്റമറി മാനറിലും നമുക്ക് ഈ ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആയിട്ട് അറിയിക്കാം. അങ്ങനെ ഓപ്ഷനർ കംപ്ലീറ്റ് ആയി എന്ന് അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആകുന്നത്. സോ അതോടുകൂടെ ആ ഗുഡ്സ് ബയർക്ക് വിൽക്കുകയും ചെയ്യും. ദെൻ അങ്ങനെ ഈ സെയിൽ ഓഫ് ഓപ്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് ഓപ്ഷനിയർ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ആ ബിഡ് അല്ലെങ്കിൽ ആ സെയിൽ ടേക്ക് ബാക്ക് ചെയ്യാനുള്ള റൈറ്റ് ഈ സെല്ലറിന് ഉണ്ടായിരിക്കും. അതിനെയാണ് റീട്രാക്റ്റ് ഇൻ ദ ബിഡ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ പറയുന്നത് എ റൈറ്റ് ടു ബിഡ് മേ ബി റിസർവ്ഡ് ബൈ ദ സെല്ലർ.
സെല്ലറിനുള്ള റൈറ്റാണ് ഈ റൈറ്റ് ടു ബിഡ് എന്ന് പറയുന്നത്. സോ സെല്ലർ അല്ലെങ്കിൽ സെല്ലറിന് വേണ്ടിയിട്ടാണ് ബിഡ് നടത്തുന്നത്. സോ അങ്ങനെ ബിഡ് നടത്തണം എന്നുണ്ടെങ്കിൽ സെയിൽ ഷുഡ് ബി നോട്ടിഫൈഡ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ നോട്ടിഫൈ ചെയ്ത സെയിൽ മാത്രമേ ഉള്ളൂ ബിഡ് വഴി നടത്താൻ പാടുള്ളൂ. ദെൻ അങ്ങനെ നോട്ടിഫൈ ചെയ്യാതെയാണ് ബിഡ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അത് ഫ്രോഡ്ലൻറ്റ് സെയിലായിട്ട് മാറും. ദെൻ മറ്റൊരു കേസ് പറയുന്നത് പ്രീറ്റൻഡ് ബിഡിങ്ങിൻ്റെ കേസിൽ, അതായത് ലേലം വിളി നടത്തുമ്പോൾ അതിൻ്റെ പ്രൈസ് ഉയർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വെറുതെ പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന്, ദാറ്റ് മീൻസ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിൽ അവർ ഒത്തുകളി നടക്കും, ഹയസ്റ്റ് എമൗണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട്. അങ്ങനെ ചെയ്യുന്നത് അലൗഡ് അല്ല, അത് ഇല്ലീഗലാണ്. അത്തരം സെയിൽ വോയിഡബിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. അതേസമയം ചില കേസുകളിൽ ഈ ബിഡ് ചെയ്യാൻ വരുന്ന പാർട്ടീസ് പരസ്പരം ബിഡ് ചെയ്യാതിരിക്കാൻ ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്യും. അതായത് അതിൻ്റെ ബിഡ് എമൗണ്ട് കൂടി പോവാതിരിക്കാൻ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് പറയുകയാണ്, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലേലം വിളിക്കണ്ട, നമ്മൾ ഒരുമിച്ചിട്ട് ആരെങ്കിലും ഒരാൾ ലേലം വിളിക്കുക, എന്നിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് ലേലം വിളി നടക്കുന്നതുണ്ടെങ്കിൽ അത് വാലിഡാണ്, അതിന് ഇല്ലീഗലാണ് പറയാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ നോക്കൗട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ ലേലത്തിൻ്റെ പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ട്, കൂട്ടി വിളിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാട്ടുകയാണെങ്കിൽ ആ സെയിൽ വോയിഡബിൾ ആണ്. അതേസമയം കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് അവർ മ്യൂച്വൽ അഗ്രിമെൻറ്റിൻ്റെ ബേസിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലേലം വിളിക്കാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വോയിഡബിൾ അല്ല, അത് വാലിഡ് തന്നെയാണ്. അത്തരം പ്രാക്ടീസ് ഇല്ലീഗലായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻ സെയിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ദെൻ റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഫസ്റ്റ് വൺ പറയുന്നത് സെല്ലേഴ്സിൻ്റെ റെമഡീസ്. സെല്ലർക്ക് ബയർ എന്തെങ്കിലും ബ്രീച്ച് കമ്മിറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന റെമഡീസിൽ ഫസ്റ്റ് വൺ പറയുന്നത് സ്യൂട്ട് ഫോർ പ്രൈസ്. അതായത് സെല്ലർ ഗുഡ്സ് വിറ്റു, പക്ഷെ അതിൻ്റെ പ്രൈസ് ബയർ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൈസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു റൈറ്റ് ആർക്കുണ്ടായിരിക്കും, സെല്ലറിനുണ്ടായിരിക്കും. ദെൻ സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ ആക്സെപ്റ്റൻസ്. ഇനി ഗുഡ്സ് പറഞ്ഞ പ്രകാരം സെല്ലർ ഡെലിവറി ചെയ്യുകയാണ്, പക്ഷേ ബയർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് സെല്ലർക്ക് ഉണ്ടായിരിക്കും. ദെൻ സ്യൂട്ട് ഫോർ ഡാമേജസ് ഓഫ് റെപ്യൂഡിയേഷൻ ഓഫ് കോൺട്രാക്റ്റ്. നമ്മൾ മുന്നേ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് അൺപെയ്ഡ് സെല്ലറുമായി ബന്ധപ്പെട്ടിട്ട്. അതായത് സെല്ലർ ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ, ദാറ്റ് മീൻസ് നമ്മൾ അഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ള ഡേറ്റിന് മുന്നേ തന്നെ ബയർ പറയുകയാണ് എനിക്ക് വേണ്ട, ഐ ആം നോട്ട് റെഡി എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയും. അങ്ങനെ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ആണ് എന്നുണ്ടെങ്കിലും ഈ സെല്ലറിന് ഡാമേജ് ക്ലെയിം ചെയ്യാൻ കഴിയും. ദെൻ സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. ചില കേസുകളിൽ ഈ സെല്ലറിന് ബയറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ കഴിയും. അങ്ങനെ ബൈ ലോ അലൗഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിനുള്ള സ്യൂട്ട് കൂടി സെല്ലർക്ക് ചെയ്യാം. ദെൻ ബയേഴ്സ് റെമഡീസ് അഗെയിൻസ്റ്റ് സെല്ലർ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ഇനി സെല്ലറാണ് ബ്രീച്ച് കമ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബയറിനുള്ള റെമഡീസാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. അതായത് സെല്ലറും ബയറും പറഞ്ഞ പ്രകാരമുള്ള ഗുഡ്സ് സെല്ലർ ഡെലിവറി ചെയ്യാതിരുന്നാൽ അതിനുള്ള ഡാമേജ് ക്ലെയിം ചെയ്യാൻ ഈ ബയർക്ക് കഴിയും. ദെൻ സ്യൂട്ട് ഫോർ പ്രൈസ്. സ്യൂട്ട് ഫോർ പ്രൈസിൽ പറയുന്നത് ബയർ കിട്ടാനുള്ള ഗുഡ്സിൻ്റെ പേയ്മെൻറ്റ് ബയർ നടത്തി, പക്ഷേ സെല്ലർ അതിന് ഗുഡ്സ് ഡെലിവറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാനുള്ള റൈറ്റ് ഈ ബയറിനുണ്ടായിരിക്കും. ദെൻ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. ചില കേസുകളിൽ ചില ഗുഡ്സിൻ്റെ നാച്ചർ അനുസരിച്ച്, അതായത് ചില സ്പെസിഫിക് ഗുഡ്സുകളിലൊക്കെ, ഇപ്പോൾ റയർ പെയിൻറ്റിങ്ങും അല്ലെങ്കിൽ യുണീക്ക് പീസ് ഓഫ് ജ്വല്ലറിയുടെ ഒക്കെ കേസിൽ നമ്മൾ ആ ഗുഡ്സിന് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് ഡാമേജ് കിട്ടിയോണ്ട് പരിഹാരമാവുന്നില്ല. അത്രയും കേസുകളിൽ ബയർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പെർഫോമൻസ്, അതായത് മുന്നേ കൂട്ടി പറഞ്ഞ അതേ രീതിയിൽ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണം എന്ന് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ബയർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ അതങ്ങനെയുള്ള സ്പെസിഫിക് ഗുഡ്സിൻ്റെ കേസിൽ മാത്രമേ അലൗഡ് ഉള്ളൂ. അത്തരം കേസുകളിൽ ആ കോൺട്രാക്റ്റ് ആ പറഞ്ഞ രീതിയിൽ തന്നെ പെർഫോം ചെയ്യണം എന്നുള്ളത് ബയർക്ക് ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. ദെൻ സ്യൂട്ട് ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. ഇനി കോൺട്രാക്റ്റോ സെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാറണ്ടി നമ്മൾ മുന്നേ പറഞ്ഞതാണ്, വാറണ്ടി ബ്രീച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും ബയർക്ക് ഒരു സ്യൂട്ട് കൊടുക്കാം. അത് രണ്ട് കേസിലാണ് സംഭവിക്കാറുള്ളത്. ഒന്നുകിൽ ബയർ പറയും ബയർ കൊടുക്കാനുള്ള എമൗണ്ടിൽ നിന്ന് എന്തെങ്കിലും പേയ്മെൻറ്റ് കുറച്ച് കൊടുത്താൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ
ഈ ബ്രീച്ച് ഓഫ് വാറണ്ട് കമ്മിറ്റ് ചെയ്തതിനുള്ള പ്രത്യേക ഡാമേജ് ക്ലെയിം ചെയ്യാനും കഴിയും. അപ്പോൾ വാറണ്ടി ബ്രീച്ച് ചെയ്താലും ബയർക്ക് ഒന്നുകിൽ കൊടുക്കാനുള്ള എമൗണ്ട് എന്തെങ്കിലും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് ഡാമേജ് ക്ലെയിം ചെയ്യാം. Then next one, suit for damages for repudiation of contract before due date. നമ്മൾ നേരത്തെ പറഞ്ഞു ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ബയറും സെല്ലറും അഗ്രിമെൻറ്റിലൊക്കെ എൻട്രി ചെയ്തു, പക്ഷേ ആ ഡെലിവറി ചെയ്യുന്ന ഡേറ്റിന് മുന്നേ സെല്ലർ പറയുകയാണ് എനിക്ക് ഇന്ന ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ കഴിയില്ല എന്ന് മുൻകൂട്ടി പറയുകയാണെങ്കിൽ അത് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയും. അത്തരം കേസുകളിൽ ബയർക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാം. അവിടെ സാധാരണ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ചിലപ്പം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതേ സമയത്ത് തന്നെ ഇവർ ഡാമേജിന് ക്ലെയിം ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പം ബയർ കുറച്ച് വെയിറ്റ് ചെയ്യും, ഇനി അഥവാ ഡെലിവറി ചെയ്യാൻ പറ്റുകയാണെങ്കിലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ മുൻകൂട്ടി പറഞ്ഞ ഡേറ്റ് വരെ ബയർ വെയിറ്റ് ചെയ്യും, എന്നിട്ട് അതിന് ശേഷം ഡാമേജ് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. ദെൻ സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. ചില കേസുകൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡാമേജ് ക്ലെയിം ചെയ്യാൻ കഴിയും, ബൈലോ റിക്കവറബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത്തരം കേസുകളിൽ ബയർക്ക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടും സ്യൂ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ബയറിൻ്റെ റെമഡീസ്. സോ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റുമുള്ള റെമഡീസ് സെല്ലറിൻ്റെ റെമഡീസും പറഞ്ഞു, ബയറിൻ്റെ റെമഡീസും പറഞ്ഞു. സെല്ലർ റെമഡീസ് എന്ന് പറയുന്നത് അൺപെയ്ഡ് സെല്ലർ റെമഡീസ് പോലെ തന്നെയാണ്, സെപ്പറേറ്റ് ആയിട്ട് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അൺപെയ്ഡ് സെല്ലർ, ഓപ്ഷൻ സെയിൽ, റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എല്ലാ ടോപ്പിക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. സോ ഇതോടുകൂടെ നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആറ്റ് 9030 എന്നുള്ള മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.